നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. എങ്ങനെയാണ് പോസിറ്റീവ് അഫർമേഷൻ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ മുമ്പിലത്തെ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു എന്താണ് പോസിറ്റീവ് അഫർമേഷൻ എന്നുള്ളത്. അതായത് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ മാറ്റിമറിച്ച്, നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റിമറിച്ച് നമ്മളിൽ ആത്മവിശ്വാസവും സെൽഫ് എസ്റ്റീമും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചെറിയ പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്നുള്ളത്, ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം അവരോട് തന്നെ എന്താണ് അവർക്ക് വേണ്ടത്, അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കുക. അതായത് അവർക്ക് വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള അഫർമേഷൻസ് എല്ലാവർക്കും സെയിം അല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ ആവർത്തിച്ച് പറയാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത് അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. നമ്മൾ എന്താണോ പറയുന്നത് അത് സത്യമാണെന്ന് വിശ്വസിക്കുക. അതായത് ഐ ആം കോൺഫിഡൻറ്റ് എന്ന് അഫർമേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്ന് സത്യമായിട്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയാൻ ശ്രദ്ധിക്കുക. അതുപോലെ കുറഞ്ഞത് ദിവസം 2 പ്രാവശ്യമെങ്കിലും ഈ മെഡിറ്റേഷൻ, പോസിറ്റീവ് അഫർമേഷൻ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ രാവിലെ ഉണർന്ന ഉടനെയും അതുപോലെ വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പും ചെയ്യുകയാണെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ടാണ് കാണുന്നത്. അതാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ പോസിറ്റീവ് അഫർമേഷൻ മെഡിറ്റേഷൻ ചെയ്യാം. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ തിരഞ്ഞെടുക്കുക. ചിലർക്ക് സുഖാസനായിരിക്കും, അപ്പോൾ അത് ഏതാണ് എന്നാൽ ഇരുന്നു കൊണ്ട് ചെയ്യാം, കിടന്നുകൊണ്ടും ചെയ്യാം. അപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ തിരഞ്ഞെടുക്കുക. കണ്ണുകൾ അടച്ച് നമ്മൾ ഈ പോസിറ്റീവ് ദീർഘശ്വാസം എടുക്കുക. അതായത് കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും ഡീപ്പ് ബ്രെത്ത് എടുത്തു കഴിഞ്ഞ്, അതായത് ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്തും അതുപോലെ ഡീപ്പായിട്ട് എക്സ്ഹെയിലും ചെയ്ത് 3 പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷം ഈ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസ് പറയുക. 3 പ്രാവശ്യം ഉറക്കെ പറയാം. അതുപോലെ തന്നെ 3 പ്രാവശ്യം മനസ്സിൽ കണ്ണുകളടച്ച് പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ 3 ദീർഘശ്വാസം എടുത്ത് പതുക്കെ കണ്ണുകളൊക്കെ തുറന്ന് ഈ മെഡിറ്റേഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയും നമുക്ക് പവർഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. നന്ദി, നമസ്കാരം.